കൊടും കാട്ടിൽ 50 ദിവസങ്ങൾ കാതറിൻ എന്ന നടിയെ അറിയില്ല. മലയാളിയായ കാതറിൻ കോട്ടയംകാരിയാണ്. മലയാളത്തിൽ നിന്നും കോടമ്പാക്കത്തേക്ക് കുടിയേറിയ മലയാളി സുന്ദരിമാരി. തമിഴ് സിനിമയ്ക്ക് ഏറെ ഇഷ്ടമുള്ള സുന്ദരി നടിയാണ് കാതറിൻ തെരേസ. മദ്രാസ് എന്ന സിനിമയിലൂടെ നായികയായി തമിഴിൽ അരങ്ങേറിയ കാതറിൻ തെരേസ മദ്രാസ് കൂടാതെ ഗണിതൻ, കഥകളി എന്നീ സിനിമകളിലും ഒപ്പം ബാഹുബലി എന്ന സിനിമയിൽ ഒരു ഗാനരംഗത്തിൽ നൃത്തം ചെയ്യുകയുമുണ്ടായി. കാതറിൻ അഭിനയിച്ച് റിലീസായ മറ്റൊരു സിനിമയാണ് ആര്യ നായകനായ കടമ്പൻ. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ആര്യയ്ക്കൊപ്പം കോടൈക്കനാലിന് സമീപമുള്ള വൈദ്യുതി പോലും ചെന്നെത്താത്ത നിബിഡമായ വനത്തിൽ 50 ദിവസങ്ങൾ കാതറിൻ കഴിച്ചുകൂട്ടിയത്. കടമ്പനിൽ കാതറിന്റെ പേര് രതി എന്നാണ്. വനമേഖലയിൽ ജീവിക്കുന്ന ആദിവാസി പെണ്ണ്. എല്ലാം സംവിധായകൻ പറഞ്ഞതനുസരിച്ച് ചെയ്തു. കാലിൽ ഒരു ചെരുപ്പ് പോലും ഇടാതെയാണ് കാതറിൻ അഭിനയിച്ചതത്രേ. ആര്യ നല്ലൊരു ആർട്ടിസ്റ്റാണ്, അധ്വാനിയുമാണ്. ഈ സിനിമയിൽ പ്രണയരംഗങ്ങളും സ്റ്റണ്ട് രംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ 50 ദിവസങ്ങൾ ആര്യയുടെ സഹകരണവും പ്രോത്സാഹനവും ഏറെ ഗുണം ചെയ്തുവെന്ന് കാതറിൻ സമ്മതിക്കുന്നു. സ്ഫോടക വസ്തുക്കളുടെ മധ്യേ കാതറിനെ കയറിൽ കെട്ടിത്തൂക്കിയിടുന്ന ഒരു രംഗമുണ്ട് ഈ സിനിമയിൽ. അത് ഭംഗിയായും സമർത്ഥമായും കാതറിൻ അഭിനയിച്ചു വിജയിപ്പിച്ചപ്പോൾ ആര്യയും യൂണിറ്റ് അംഗങ്ങളും കാതറിനെ അഭിനന്ദിച്ചു അത്രേ. ദിവസവും വരുന്ന ഗോസിപ്പുകൾക്കും എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.